നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലം ജില്ലയിലെ പുതിയ അപ്ഡേറ്റ് ആണ്. കൊല്ലം ജില്ലയിലെ ശിവാലയ കൺസ്ട്രക്ഷൻ കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിലെ ചാത്തന്നൂർ മുതൽ മേവറം വരെയുള്ള പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റ് ആണ്. മാത്രമല്ല ഇതിനകത്ത് ഇരുവിപുരം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ അപ്ഡേറ്റും കൂടെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിപ്പം ചാത്തന്നൂർ ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ പിയർ ക്യാപ്പിൻ്റെ മുകളിൽ ഗർഡറുകൾ ഉയർത്തി വെച്ചിട്ടുണ്ട്. 9 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 7 എണ്ണം കൂടെ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇവിടെ ഇടതുഭാഗത്തായിട്ട് തന്നെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം അവർ നമ്മുടെ തിരുമുക്കിൽ അണ്ടർപാസ് കഴിഞ്ഞ് ഇത്തിക്കര പാലം എത്തുന്നതിന് മുമ്പ് വരെയുള്ള ഭാഗത്ത് വരെ നീളത്തിലായിട്ട് തന്നെ അവർ ഇടതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡ് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടുന്ന് ഇപ്പം മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വലതുഭാഗത്തായിട്ട് തന്നെ അവരിപ്പം റീറ്റെയിനിങ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി പഴയ മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ കോൺക്രീറ്റും കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിലവിലിപ്പം നമ്മൾ ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങളൊക്കെ പഴയ റോഡിൽ കൂടിയാണ് കടന്നു വരുന്നത്. അപ്പോൾ അത് പൊളിച്ച് മാറ്റിയിട്ട് വേണം ബാക്കി പണി തുടങ്ങാൻ. അപ്പോൾ സർവീസ് റോഡ് എന്തുമായാലും വലതുഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അപ്പം അവിടെ പഴയ പോസ്റ്റൊക്കെ നിൽപ്പുണ്ട്. അതൊക്കെ എടുത്ത് മാറ്റാതെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും വലതുഭാഗത്തായിട്ട് തുടങ്ങുന്നില്ല. ഇപ്പം ഇവിടെ ഇടതുഭാഗത്ത് അവർ കുറച്ചും കൂടെ വീതിക്ക് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ഭാഗത്തായിട്ട് അവർ പ്രൈം കോട്ട് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ വരുന്നത് തിരുമുക്കിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെ ഇപ്പം കുറച്ചും കൂടെ അവർ റീറ്റെയിനിങ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. തിരുമുക്കിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ അണ്ടർപാസിൻ്റെ ഇപ്പുറത്തും അപ്പുറത്തും അതിനോട് ചേർന്ന് തന്നെ കുറച്ച് ലോഡ് മണ്ണ് കൊണ്ടുവന്നിട്ട് കൂട്ടിയിട്ടിട്ടുണ്ട്. അതേ ഉള്ളൊരു പണി നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരുമുക്ക് അണ്ടർപാസ് കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം അവിടെ ഇടതുഭാഗത്ത് കുറച്ചും കൂടെ അവർ റീറ്റെയിനിങ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. വേറെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. ഇനി നമ്മൾ നേരെ വരുന്നത് ഇത്തിക്കര പാലത്തിൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. ഇത്തിക്കര പാലത്തിൻ്റെ അടുത്ത് കുറച്ച് പണി സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. കാരണം നമുക്കറിയാം അവിടെയാണ് അവരുടെ പ്ലാന്റ് ഉള്ളത്. കോൺക്രീറ്റിൻ്റെ അല്ല, കോൺക്രീറ്റിൻ്റെ പ്ലാന്റ് കുറച്ച് വലതുഭാഗത്തായിട്ടാണ്, നിലവിലെ റോഡിൻ്റെ വലതുഭാഗത്തായിട്ടാണ്. പാലം പണി നടക്കുന്നതിൻ്റെ 6 വരി പാത കടന്നു പോകുന്ന ഭാഗത്തായിട്ടാണ് അവരുടെ ടാറിങ് മിക്സർ പ്ലാന്റ് ആ ഒരു ഭാഗത്തായിട്ടാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പം പണി ഏറ്റവും അവസാന ഘട്ടത്തിലായിട്ടായിരിക്കും ആ ഒരു ഭാഗത്തായിട്ട് നടക്കാനുള്ള സാധ്യതയുള്ളത്. ഇവിടിപ്പം ഇടതുഭാഗത്തുള്ള സർവീസ് റോഡ് കണ്ട് ഇവിടെ വരെ ഇത്രയും നീളത്തിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറെ ഇപ്പം നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് വേറെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം കുറച്ച് ക്രാഷ് ബാരിയർ നിർമ്മാണം വലതുഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മുകളിൽ വലതുഭാഗത്തായിട്ട് കാണുന്ന ഓടയുടെ നിർമ്മാണമൊക്കെ കുറേ നാളിന് മുമ്പേ കഴിഞ്ഞാണ്. നമ്മളിപ്പം നേരെ ഇത്തിക്കര പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് അവരുടെ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത്. കൂടുതൽ മെറ്റിലൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ പിയർ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗർഡറുകളൊക്കെ ഉയർത്തി വെക്കുന്ന പണിയായിരിക്കും. അതൊക്കെ ഇനി പെതുക്കെയായിരിക്കും ചെയ്യുന്നത്. കാരണം ഈ പ്ലാന്റ് ഇവിടെ നിന്നെടുത്ത് മാറ്റാതെ ബാക്കിയുള്ള പണികളൊന്നും നടക്കാനുള്ള സാധ്യതയില്ല. അപ്പം വലത്തോട്ട് കാണുന്ന റോഡ് നേരെ പോകുന്നത് അസീസിയ മെഡിക്കൽ കോളേജിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പം അവിടെ ഇപ്പോൾ പോകേണ്ട വഴിക്ക് ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ നിർമ്മാണം ഒക്കെ തുടങ്ങണം. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് പിന്നെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലുള്ള തന്നെയുള്ള മാറ്റങ്ങളേ ഉള്ളൂ. കുറച്ച് സർവീസ് റോഡിൻ്റെ ടാറിങ് ഇടതുഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ഗർഡറുകളും കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ ഉള്ള മാറ്റങ്ങളാണ്. വലതുഭാഗത്ത് ഇനി പണി ടാറിങ്ങൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ പോസ്റ്റ് ഇപ്പോഴും നിൽപ്പുണ്ട്. അതൊക്കെ എടുത്ത് മാറ്റാതെ പണികളൊന്നും നടക്കത്തില്ല. ഇതും എനിക്ക് തോന്നിക്കുന്ന കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലൊക്കെ തന്നെയുള്ള മാറ്റങ്ങളാണെന്ന് തോന്നുന്നു. അവിടെ ഡ്രൈനേജിൻ്റെ പണിയും കുറച്ച് വിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ട്. ഇനി നമ്മൾ നേരെ വരുന്നത് മൈലക്കാടാണ് വരുന്നത്. പിന്നെ അടുത്ത അണ്ടർപാസിൻ്റെ നിർമ്മാണം അവിടെയാണുള്ളത്. അപ്പം മൈലക്കാട് വലിയൊരു ഇറക്കവും വലിയൊരു കയറ്റവും കൂടിയാണ്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് തന്നെ കൃത്യം അതിൻ്റെ നടുക്ക് തന്നെയാണ് അണ്ടർപാസ് നിർമ്മിക്കുന്നത്. പകുതി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി പകുതി ഭാഗത്തിൻ്റെ പൈലിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇടതുഭാഗത്ത് സർവീസ് റോഡിൽ കൂടിയാണ് അങ്ങോട്ടുള്ള വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ഭാഗം മാത്രമേ വലതുഭാഗത്ത് സർവീസ് റോഡിൽ കൂടി കടത്തി വിടുന്നുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഭാഗം അവർ റീറ്റെയിനിങ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം വലതുഭാഗത്ത് ഇനി സർവീസ് റോഡ് എനിക്ക് തോന്നിക്കുന്നു ഉടൻ തന്നെ തുടങ്ങി. ഇനി വലതുഭാഗത്തുകൂടി സർവീസ് റോഡിൽ കൂടി കടത്തി വിട്ടിട്ട് ഇപ്പം നിലവിലെ റോഡ് കുത്തിപ്പൊളിച്ച് കളയാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇനി നമ്മൾ നേരെ വരുന്നത് കൊട്ടിയം ഭാഗത്തോട്ടാണ് വരുന്നത്. ഇവിടെ നിന്ന് കൊട്ടിയം ഭാഗത്തോട്ട് പോകുമ്പം വലിയ പണിയൊന്നും, കൊട്ടിയം ഭാഗത്ത് പൈലിംഗ് വർക്കുകളും കാര്യങ്ങളും എല്ലാം നടന്നിട്ടുണ്ടായിരുന്നത് നമുക്കറിയാവുന്നതാണ്. ഇവിടുന്ന് കൊട്ടിയം ഭാഗത്തോട്ട് പോകുന്ന ഭാഗത്തായിട്ട് തന്നെ വലിയ പണിയൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇവിടെ ഇപ്പം ചെറുതായിട്ടുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. വലതുഭാഗത്ത് നമുക്കിപ്പോൾ കാണാം
അവിടെ ഇപ്പം ക്രാഷ് ബാരിയർ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കുറച്ച് കോൺക്രീറ്റും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അത്രയും പണി നടന്നോട്ടെ. പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പം അവിടെ കുറച്ച് റീറ്റെയിനിങ് വാൾ ഉയർത്തിയിട്ടുണ്ട്. വേറെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. പിന്നെ കുറച്ച് 2 സൈഡിലും സ്ഥലമേറ്റെടുത്ത് കഴിഞ്ഞ് പിന്നെ ഡ്രൈനേജിൻ്റെ പണിയെ പൂർത്തിയായിട്ടുള്ളൂ. സ്ഥലമേറ്റെടുപ്പ് കഴിഞ്ഞ് ഡ്രൈനേജിൻ്റെ പണി കഴിഞ്ഞ് പിന്നെ ചില സ്ഥലങ്ങളിൽ കുറച്ച് കലങ്കിൻ്റെ നിർമ്മാണവും കഴിഞ്ഞിട്ടുണ്ട്. അത്രയും അപ്ഡേറ്റേ ഉള്ളൂ. പിന്നെ കൊട്ടിയം ഭാഗത്തായിട്ട് വരുമ്പോഴാണ് പിന്നെ പണി നടക്കുന്നത്. അവിടെയാണ് പിന്നെ പൈലിങ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പം നേരെ കൊട്ടിയം ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം വലതുഭാഗത്തായിട്ട് പിയർ ക്യാപ്പിൻ്റെ പൈലിംഗ് ഒക്കെ കഴിഞ്ഞ് പിയർ ക്യാപ്പിൻ്റെ ഒക്കെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഗർഡറുകൾ ഉയർത്തി വെക്കുന്ന പണിയാണ് പെൻഡിങ്ങിലുള്ളത്. അത് ഇനി കുറച്ചുകൂടെ കഴിഞ്ഞേച്ച് കാണത്തുള്ളൂ. കാരണം ഇതേപോലെ തന്നെ തൊട്ടിടത്തെ സൈഡിലായിട്ടും പൈലിംഗ് കഴിഞ്ഞ് പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തിയതിനു ശേഷം മാത്രമേ ഗർഡറുകൾ ഉയർത്തി ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ള സാധ്യതയുള്ളൂ. നമ്മൾ പിന്നെ കൊട്ടിയം ഭാഗത്ത് ഇത്രയും അപ്ഡേറ്റേ ഉള്ളൂ. കൊട്ടിയം കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നിടത്ത് പിന്നെ ഒരു ചെറിയൊരു ഇറക്കവും പിന്നെ ഒരു കയറ്റമാണ്. അപ്പം പട്ടരുമുക്കെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ കുറച്ച് റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പം ഇടത്തെ സൈഡിലായിട്ട് കാണുന്ന ആ ഒരു വലിയ ബിൽഡിങ്ങാണ് കൊട്ടിയത്തെ പുതിയ മാള്. അതിൻ്റെ നിർമ്മാണം ഏകദേശമൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കൊട്ടിയം കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് വരുന്നിടത്താണ്ട് ഈ പറഞ്ഞിടത്താണ് ചെറിയൊരു ഇറക്കവും കയറ്റവും ഉള്ളത്. അപ്പം ആ ഒരു ഭാഗത്ത് അവർ റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പം കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റും. വലതു ഭാഗത്ത് അതേപോലെയുള്ള പണി തുടങ്ങിയിട്ടില്ല. ഇവിടുന്ന് നിന്നിരുന്ന പഴയ പോസ്റ്റുകളൊക്കെ നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ ഇവിടുന്ന് മുമ്പോട്ട് വരുമ്പം ഇവിടെ ഇടതുഭാഗത്ത് അത്യാവശ്യം നല്ല താഴ്ചയുള്ള ഭാഗമായിരുന്നു. അവർ മണ്ണിട്ട് ഫില്ല് ചെയ്തെടുത്ത് ഇത്രയും ലെവലാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പഴയ കടകളൊക്കെ ഒരുപാട് താഴ്ചയിലായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നമ്മൾ നേരെ വരുന്നത് ഉമയനല്ലൂർ ഭാഗത്തോട്ടാണ് വരുന്നത്. ഇവിടെ ഇപ്പം വലതുഭാഗത്ത് കുറച്ചുകൂടെ പണിയൊക്കെ ബാക്കിയുണ്ട്. മണ്ണൊക്കെ എടുത്ത് മാറ്റി മണ്ണൊക്കെ ലെവൽ ചെയ്തെടുത്ത് വരേണ്ട പണികളൊക്കെ ബാക്കിയുണ്ട്. ഉമയനല്ലൂർ ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ആണ്ട് 6 വരി പാതയുടെയൊക്കെ ടാറിങ് ഏകദേശമൊക്കെ കുറച്ച് നീളത്തിലായിട്ടായാലും കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് ടാറിങ് കുറച്ചുകൂടെ ബാക്കിയുണ്ട്. ഇവിടെ ഇപ്പോൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. നമ്മുടെ ഇനി അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തോട്ടാണ്. അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗമല്ല, അണ്ടർപാസിൻ്റെ നിർമ്മാണം ഏകദേശം തീരാറായ ഭാഗത്തോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വളവ് കഴിഞ്ഞാൽ നേരെ ഉമയനല്ലൂർ അണ്ടർപാസിൻ്റെ ഭാഗത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കും. അപ്പം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇനി അതിൻ്റെ മുകളിൽ അവർ മെറ്റിലൊക്കെ ഇട്ട് നിരത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം ടാറിങ്ങിൻ്റെ ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഏകദേശം തീരാറായി നിൽക്കുകയാണ്. അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം 2 സൈഡിലും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങളൊക്കെ ഇപ്പോൾ അങ്ങോട്ടും ഒക്കെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിവേഗം പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിവാലയ കൺസ്ട്രക്ഷൻ്റെ പണി നല്ല വേഗത്തിലായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉമയനല്ലൂർ പണി ഏകദേശം തീരാറായിട്ടുണ്ട്. മുകളിൽ അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉമയനല്ലൂർ അണ്ടർപാസിൻ്റെ ഇറങ്ങി മുമ്പോട്ട് വരുമ്പോൾ ഒരു 28 ഗർഡറുകൾ അവിടെ പണിഞ്ഞിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഇത്രയധികം ഗർഡറുകൾ എനിക്ക് തോന്നിക്കുന്ന കൊട്ടിയത്ത് പിയർ ക്യാപ്പിൻ്റെ മൂഡിലേക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ കുറച്ച് ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതായിരിക്കും. ഇത്രയധികം ചിലപ്പം എന്തിനാണെന്ന് ഈ ഒരു ഭാഗത്തുനിന്ന് ചിലപ്പോൾ അവർ അങ്ങോട്ട് കൊണ്ടുപോയായിരിക്കും വെക്കുന്നത്. ഒരു 28 ഇവിടെ ഉണ്ട്. കുറച്ച് ചിലപ്പം നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ അവർ അവിടെ മേവറം ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ മോഡിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പം കുറച്ച് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകായിരിക്കും. ഇത്രയധികം കൃത്യമായിട്ട് എനിക്കറിയത്തില്ല എവിടെയൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നതിന് വേണ്ടിയിട്ട്. ഞാനൊരു ഗസ്സിൽ പറഞ്ഞതാണ്. പിന്നെ ഇവിടെ 2 സൈഡിലും 6 വരി പാത വരുന്ന ഭാഗത്തേക്ക് ടാറിങ് ഇത്രയും നീളത്തിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ വരുന്നത് മേവറം ഭാഗത്തായിട്ടാണ് വരുന്നത്. കഴിഞ്ഞതിൻ്റെ മുമ്പേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ കുറച്ച് ആഴത്തിലായിട്ട് അവർ കുഴിയെടുക്കുന്നുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ അവർ റിട്ടേണിംഗ് വാൾ ഉയർത്തി ഉള്ള പണി തുടങ്ങിയിട്ടുണ്ട്. ആ കുഴിയെടുത്ത ഭാഗത്തായിട്ട് അവർ കുറച്ചിപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗത്തും അതേപോലെ തന്നെയുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പം കൊല്ലം ബൈപ്പാസ് ആരംഭിക്കുന്ന മേവറം ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ
നമ്മളിപ്പോൾ കാണുന്ന പോലെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് ഒരു സൈഡിലായിട്ട് എത്തി നിൽക്കുകയാണ്. ഇത്ര അപ്ഡേറ്റാണ് ചാത്തന്നൂർ മുതൽ മേവറം വരെയുള്ളത്. നമ്മളിനി നേരെ വരുന്നത് പള്ളിമുക്കിൽ നിന്ന് നേരെ ഇരവിപുരം ഭാഗത്തോട്ട് പോകുമ്പം കാവൽപ്പുര എന്ന് പറയുന്ന ജംഗ്ഷൻ ഭാഗത്തായിട്ട് നിർമ്മിക്കുന്ന റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ പുതിയ അപ്ഡേറ്റാണ്. ഇപ്പോൾ കൂടുതലും ഇരുമ്പിലാണ് ഈ ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. കുറച്ച് പൈലിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് കോൺക്രീറ്റിനകത്തായിട്ടുള്ളത്. ഇപ്പം നമ്മളും കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ 4 തന്നെ പിയർ ക്യാപ്പിൻ്റെ ഒക്കെ നിർമ്മാണം കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഗർഡറുകൾ എടുത്ത് വെക്കുന്ന പണിയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പണിയെന്ന് പറയുന്നത്. ഇപ്പോൾ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളായിട്ടുള്ളതെന്ന് തോന്നുന്നു. ആ ഒരു ഘട്ടത്തിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പം 2 സൈഡിലും ഇപ്പോൾ കയറ്റം കയറുന്നിടത്തും ഇറങ്ങുന്നിടത്തും വലിയ ഇരുമ്പിൻ്റെ ബീമൊക്കെ വെച്ചിട്ട് ആ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ 2 എൻഡിലും കോൺക്രീറ്റിൻ്റെ ഭിത്തി കെട്ടിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രധാന പണി എന്ന് പറയുന്നത് ഗർഡറുകൾ എടുത്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പണി. അത് കഴിഞ്ഞാൽ പിന്നെ പണിയൊക്കെ കുറച്ച് ഫാസ്റ്റായിട്ടായിരിക്കും നടക്കുന്നത്. അപ്പം ഇത്ര അപ്ഡേറ്റാണ് നമ്മുടെ ഇരവിപുരം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 വീഡിയോസാണ് നമ്മൾ ഈ ഒറ്റ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇരവിപുരം റെയിൽവേ മേൽപ്പാലത്തിൻ്റെയും പിന്നെ ചാത്തന്നൂർ മുതൽ മേവറം വരെയുള്ള 6 വരി പാതയുടെ അപ്ഡേറ്റ്. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും, കാത്തിരിക്കുക.